എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കൂടുതലൊന്നും പറയാൻ എൻ്റെ കൈവശമില്ല. എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു, പക്ഷെ എനിക്ക് മുമ്പ് വന്ന ആള് തകർത്ത് തരിപ്പണമായി. ഇനി അതിനെ മറച്ചു വെക്കാനായിട്ട് ഞാനൊരു മത്സരത്തിനില്ല. ഇത് പ്രതീക്ഷിക്കാതെയാണ് വന്നത്. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് സത്യത്തിൽ നാളെയാണ് ഞാൻ വരേണ്ടത്. ഞാൻ നാളെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ നാടകമാണ് ഇവിടെ കളിക്കുന്നത്. എൻ്റെ നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, കോർഡിനേറ്റ് ചെയ്തു, അതിന് പൈസ കണ്ടെത്തി. അങ്ങനെ നാടകത്തിലൂടെയാണ് ഞാൻ ഉണ്ടായത്, എൻ്റെ നടനുണ്ടായത്. അപ്പോൾ നാടകം എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹത്തിൽ കുറച്ച് പുതിയ കലാകാരന്മാർക്ക് അവസരം ഒക്കെ ആയിട്ട് എൻ്റെ ഗുരുവിന് ഒരു ഗുരുദക്ഷിണയായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ച് തേടൽ തിയേറ്റർ ഗ്രൂപ്പ് എന്നൊരു പേര് ഇട്ട് പുതിയ അഭിനയം തേടുന്ന, അല്ലെങ്കിൽ പുതിയ കഥകൾ തേടി, പുതിയ ജീവിതം തേടി നടക്കുന്ന പുതിയ യുവാക്കളെ വെച്ചുകൊണ്ട് തേടൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രൂപ്പ് സംഘടിപ്പിച്ചു. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ അതിൻ്റെ ഒരു അവതരണം കഴിഞ്ഞു. ഇപ്പോൾ 2 അവതരണം കഴിഞ്ഞു. ഇവിടെ മത്സരത്തിനേക്കാൾ ഉപരി തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഈ അവണശ്ശേരിയിൽ വന്ന് കളിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം ഞങ്ങളുടെ നാടകക്കാരുടെ ഇടയിൽ തൃശ്ശൂർ ഞങ്ങളുടെ തലസ്ഥാനമാണ്. തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ ഞങ്ങളുടെ അഭിമാനമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒരു വേദി അവതരിപ്പിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് അവണശ്ശേരിയുടെ ഈ സംഘാടകർക്ക്, പ്രിൻസ് ചേട്ടനും തിരുവനന്തപുരനും ഒക്കെ നന്ദി പറയുന്നു. ഇവരെ 2 പേരെയാണ് എനിക്ക് കൂടുതൽ അറിയുക. ഇവരുമായിട്ടാണ് ഞാൻ ഫോണിൽ ബന്ധപ്പെടുക. അതാണ് അവരുടെ പേര് പറഞ്ഞത്. പ്രിയേട്ടൻ പോയി അവിടെ ഉണ്ടല്ലേ. 2020-ലോ 2022-ലോ ആണെന്ന് തോന്നുന്നു പ്രിയേട്ടൻ എന്നെ ഫോൺ ചെയ്തിരുന്നു. അതിന് മുമ്പ് 2016 സിനിമ കമ്മട്ടിപ്പാട് ഇറങ്ങിയതിന് ശേഷം തൃശ്ശൂർ ഒരു വേദിയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കുവെച്ചു. അത് കഴിഞ്ഞ് 2022-ൽ എന്നെ വിളിച്ചിട്ട് മണി, ഒരു സിനിമ ചെയ്യണം, നിന്നെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ എൻ്റെ തോളത്തെടുത്ത് വെച്ച ഭരത് അവാർഡ് ഇതുവരെ ഞാൻ ഇറക്കി വെച്ചിട്ടില്ല. അത് പ്രിയേട്ടനൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം അവിടെ കേൾക്കുന്നുണ്ടാവും. അത് ഇപ്പോഴും ഞാനത് മായ്ച്ചിട്ടില്ല, മറന്നിട്ടില്ല. എന്നെങ്കിലും അത് സംഭവിച്ചാൽ തീർച്ചയായും ജനങ്ങളുടെ ഭരത് അവാർഡ്, നാഷണൽ ആ ബോർഡ് തരുന്നതല്ല, അല്ലെങ്കിൽ ആ ജൂറി തരുന്നതിനല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു സിനിമയുമായിരിക്കും അത്. അതിൽ നല്ല നടനായി എന്നെ അവതരിപ്പിക്കാൻ പ്രിയേട്ടന് സാധിക്കുമെന്നുള്ള 100% വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തുകൊണ്ടും എനിക്കിവിടെ ഇപ്പോൾ സംസാരിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. വിനായകന് നടനം മണികണ്ഠന് 2ാമത്തെ നടന അവാർഡ് കൊടുക്കുന്ന ജഡ്ജി കമ്മിറ്റി ആണ് ഞാനായിരുന്നു. അത് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു സിനിമയിൽ 2 പേർക്ക് പുരസ്കാരം കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റായിട്ടൊരു ധാരണയാണെന്ന് പറയാം. പക്ഷേ കമ്മട്ടിപ്പാടത്തിൽ ഇവൻ അംഗീകരിക്കാതെ എങ്ങനെ, ഇവനെന്ന് പറയുന്നത് തെറ്റായിട്ട് ചെയ്യരുത്, ഇവനെ അംഗീകരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ആ കമ്മിറ്റിയിലെ ഒരു ജഡ്ജിയായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് അവര് അന്ന് കാലത്ത് പറയുന്നൊരു കാര്യമാണ്, അതിന് നടനായിട്ട് വിനായകന് കൊടുക്കുന്നത് 2ാമത്തെ നടനായിട്ട് എങ്ങനെയാ ഒരേ സിനിമയിൽ തന്നെ മറ്റാളെ കൊടുക്കാന്നുള്ളത്. അത് സത്യമായിട്ട് പറയുന്നത്, ഈ ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു മനുഷ്യൻ തോട്ടു പോയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. അത്രയേറെ ആ ഒരു പടത്തില് വന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ഭാഗ്യമായത് അതിൽ വലിയ കാര്യം കേട്ടോ. പിന്നെ ഇതിനിടയിലേ നമുക്ക് ഈ നിയമത്തിൽ വലിയ കുഴപ്പമുണ്ട്. ഞാൻ പിന്നെ പറയാം.